നമസ്കാരം. ഇന്ത്യയിൽ CPM-ന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പരിതാപകരമെന്ന് തന്നെയാണ് വാസ്തവം. എന്നാൽ 2004-ൽ 43 അംഗങ്ങൾ CPM-ൽ നിന്ന് തന്നെ പാർലമെന്റിലുണ്ടായിരുന്നെന്നത് കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. 2004-ൽ UPA അധികാരത്തിലെത്തുമ്പോൾ 43 അംഗങ്ങളെ വിജയിപ്പിച്ച പാർട്ടിയാണ് CPM. ബംഗാളിൽ നിന്നും 26 അംഗങ്ങളും കേരളത്തിൽ നിന്നും 12 അംഗങ്ങളും അതോടൊപ്പം ത്രിപുര 2, തമിഴ്നാട് 2, ആന്ധ്രാപ്രദേശ് 1 എന്നിങ്ങനെ മൊത്തം 43 അംഗങ്ങളാണ് 2004-ൽ പാർലമെന്റിലേക്ക് വിജയിച്ചു വന്നത്. CPM-ന് അന്ന് പ്രധാനമന്ത്രി സ്ഥാനം വരെ ലഭിക്കുമായിരുന്നുവെങ്കിലും പാർട്ടി അത് നിഷേധിക്കുകയും പുറത്തുനിന്ന് UPA സർക്കാരിന് പിന്തുണ നൽകുകയുമാണ് ചെയ്തത്. ഇത് CPM-നു പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന പിന്നീട് പാർട്ടിയിൽ തന്നെ വിമർശനമുയരുകയും ചെയ്തിരുന്നു. ആദ്യ UPA സർക്കാരിനെ നിലനിർത്തിയതും നേർവഴിക്ക് നടത്തിയതും CPM-ന്റെ പങ്ക് വലുതായിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ ഭരണകാലത്ത് അഴിമതി കൂടുവാനും ഭരണം നഷ്ടപ്പെടുവാനുമുള്ള പ്രധാന കാരണം ഇടതുപക്ഷം ആ മന്ത്രിസഭയിൽ പിന്തുണ നൽകുകയോ ഭാഗമാകുകയോ ചെയ്തിരുന്നില്ല എന്നത് തന്നെയാണ്. എന്തായാലും 20 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ വെറും 3 അംഗങ്ങൾ മാത്രമാണ് CPM-ന് പാർലമെന്റിലുള്ളത്. 40 സീറ്റുകളാണ് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ CPM-ന്റെ കയ്യിൽ നിന്നും ചോർന്നു പോയത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നും ഒരംഗങ്ങളെപ്പോലും കഴിഞ്ഞ ലോക്സഭയിലേക്ക് പാർട്ടിക്ക് ജയിപ്പിച്ചിടുവാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ CPM ഭരണത്തിലിരുന്ന സംസ്ഥാനമായ കേരളത്തിൽ നിന്നും കേവലം ഒരംഗത്തെ മാത്രമാണ് പാർലമെന്റിലേക്ക് അയക്കുവാൻ പാർട്ടിക്ക് സാധിച്ചത്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും 2004 മുതൽ തുടർച്ചയായി 2 അംഗങ്ങൾ സ്ഥിരമായി വിജയിച്ചു വരുന്നുമുണ്ട്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ തിരഞ്ഞെടുപ്പിൽ CPM ശക്തമായ തിരിച്ചുവരവിനാണ് ബംഗാളിലും ത്രിപുരയിലും പ്രയത്നിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ മുൻ ശത്രുവായിരുന്ന കോൺഗ്രസുമായി ഇക്കുറി സഖ്യം ചേർന്നാണ് ത്രിപുരയിലും അതോടൊപ്പം തന്നെ ബംഗാളിലും മത്സരിക്കുന്നതും. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ് ഉറപ്പാണെങ്കിലും കേരളത്തിൽ നിന്ന് 8 സീറ്റുകൾ വരെ നേടുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കുക അസാധ്യമാണ്. ബംഗാളിൽ നിന്ന് 4 സീറ്റുകൾ വരെ മിനിമം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി കരുതുന്നു. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ ഒരു മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ശക്തമായ മത്സരമാണ് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കാഴ്ചവെക്കുന്നത്. BJP അധികാരം നിലനിർത്തുമോ അതോ ഇന്ത്യ സഖ്യം ഭരണം പിടിച്ചെടുക്കുമോ എന്നുള്ളതിനേക്കാളുപരി ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്നത് CPM-ന്റെ ഭാവി എന്തെന്നറിയുവാനാണ്. ഇക്കുറി എത്ര സീറ്റുകൾ നേടുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ബംഗാളിലും ത്രിപുരയിലും വീണ്ടും ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള കാര്യവും പാർട്ടിയെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാവും.